എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ബംഗാളിൻ്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത്. അപ്പോൾ അധികാരം ഏറ്റെടുത്തതിന് ശേഷം സുവേന്ദു അധികാരി ആദ്യം ചെയ്ത 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സൈന്യത്തിന് ഏകദേശം 600 ഏക്കർ ഭൂമി കൈമാറി. കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാരും മമതാ സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പിടിവിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ബംഗ്ലാദേശ് ബോർഡറിൽ വലിയ രീതിയിൽ ഫെൻസിങ് നടത്താൻ വേണ്ടിയിട്ട്, അത് നുഴഞ്ഞു കയറ്റവും, അതായത് അനധികൃതമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ തടയാൻ വേണ്ടിയിട്ട് വലിയ ഫെൻസിങ്, വലിയ ഇരുമ്പ് വേലികൾ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളിങ്ങനെ കടിപിടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മമതാ സർക്കാരും കേന്ദ്ര സർക്കാരും. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് 600 ഏക്കർ ഭൂമി സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷാ വിചാരിച്ചിട്ട് ഈ തള്ളങ്ങനെ സുപ്രീം കോടതിയടക്കം പോയിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് ഭരണം ഏറ്റെടുത്ത അന്ന് തന്നെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ക്രിമിനൽസിനെ ഇല്ലാതാക്കുക. അതീവ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ടയർ 1, ടയർ 2, ടയർ 3 അങ്ങനെ 3 ടയേഴ്സിൽ ക്രിമിനൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ 1 ക്രിമിനൽസിനെയൊക്കെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അൺഒഫീഷ്യലായിട്ട്, അത് സൈൻ ചെയ്തില്ല, അൺഒഫീഷ്യലായിട്ട് പോലീസിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ് സുവേന്ദു അധികാരി. അതിനുവേണ്ടി തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്, അത് UP-ലെ യോഗി ആദിത്യനാഥിൻ്റെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ, കഴിഞ്ഞ 5 വർഷം 6 വർഷമായിട്ട് UP-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് പാൽ ശർമ്മയെ 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ബംഗാളിലേക്ക് അയച്ചിരിക്കുകയാണ് അമിത്ഷാ. അപ്പോൾ ഇനി ശരിക്കും പൂർണ്ണ നിയന്ത്രണം കൊടുത്തിരിക്കുകയാണ് അജയ് പാൽ ശർമ്മയ്ക്ക്. അപ്പോൾ ചിത്രം വ്യക്തമാണ്. അതായത് അവിടുത്തെ ക്രിമിനൽസ്, ടയർ 1 ക്രിമിനൽസിനെ ഏകദേശം 400ഓളം ആൾക്കാരാണ് ഈ ടയർ 1 ഈ കാറ്റഗറിയിലുള്ളത്. ഇവർ എല്ലാവരും ഉണ്ടല്ലോ, സുവേന്ദു അധികാരി ലക്ഷ്യം വെക്കുന്നത് ഇവരാരും പിടിച്ച് ജയിലിടാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും യമലോകത്തേക്ക് അയക്കാൻ വേണ്ടി തന്നെയാണ്. യോഗി പറഞ്ഞ മാതിരി, അതായത് സ്ത്രീകളും കുട്ടികളും ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ യമരാജൻ്റെ അടുത്തേക്ക് പാസ്പോർട്ട് തരും, വിസ തരും എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്, അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ സുവേന്ദു അധികാരിയുടെ എക്സിക്യൂട്ടീവ് PA ആയിരുന്ന ചന്ദ്രനാഥ് രഥ് എന്ന് പറയുന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ജിഹാദികൾ വെടിവെച്ച് കൊന്നു എന്ന് വെച്ചാൽ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഈ ചന്ദ്രനാഥ് രഥിനെ അതിൽ നേരിട്ട് പങ്കെടുത്തില്ല, അതിന് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഏകദേശം 4 ആൾക്കാരെയാണ് കഴിഞ്ഞ ദിവസം എൻകൗണ്ടറിൽ, അതായത് അധികാരം ഏറ്റെടുത്തതിന് അന്ന് തന്നെ അതിൽ പങ്കെടുത്ത 4ഓളം ജിഹാദികളെയാണ് ബംഗാൾ പോലീസ് എൻകൗണ്ടറിൽ തീർത്തത് എന്നുള്ള ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനുണ്ടല്ലോ ബംഗാളികൾ, അവിടുത്തെ ബംഗാളികൾ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ബംഗാളികൾ കൈ നീട്ടും സ്വീകരിച്ചാണ്. അവിടുത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തുവാണ് സുവേന്ദു അധികാരിയുടെ സ്റ്റാറ്റസും ഇതൊക്കെ കൊണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം, അപ്പോൾ ഡേ 1 തന്നെ ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ വരുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഈ ഒരു പക്ഷേ ഉത്തർപ്രദേശിൽ യോഗി ചെയ്തതിന് അപ്പുറത്തൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ബംഗാളിന് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഡേ തന്നെ ഇത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത 4 ആൾക്കാരെയാണ് എൻകൗണ്ടറിൽ തീർത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ ചന്ദ്രനാഥ് രഥിൻ്റെ വധത്തിന് പിന്നിൽ ശരിക്കും ഈ ബംഗ്ലാദേശും അതിനപ്പുറത്തെ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട് എന്നാണ് വിവരം. അപ്പോൾ ആരാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്? അത് TMC ആണ്, മമതാ ബാനർജിയാണ്, മരുമകൻ അഭിഷേക് ബാനർജിയാണ്. അപ്പോൾ ഇവർ 2 പേരും തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്. ഈ ബംഗ്ലാദേശ് തീവ്രവാദികളും പാകിസ്ഥാൻ തീവ്രവാദികളും ഇന്ത്യയിൽ അഴിഞ്ഞാടാൻ വിട്ടതിന് പിന്നിൽ ഇവർ തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ കാത്തിരുന്നോ, ഈ 2 പേരും അകത്താക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ചന്ദ്രനാഥ് രഥത്തിൻ്റെ വധം ശരിക്കും NIA ഏറ്റെടുക്കാനുള്ള സാധ്യത. അതായത് രാജ്യത്തിന് വെളിയിലുള്ള കുറ്റകൃത്യമായതുകൊണ്ട് എന്തായാലും NIA എന്തായാലും ഇതിനകത്ത് തീവ്രവാദ ബന്ധമുണ്ട്. NIA ഇതിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ മമതാ ബാനർജി ആയാലും അഭിഷേക് ബാനർജി ആയാലും ശിഷ്ടകാലം തിഹാറിൽ ഗോതമ്പുണ്ടെന്ന് ജീവിക്കാൻ ആണ് വിധി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇപ്പോൾ ബംഗാളിൻ്റെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് സുവേന്ദു അധികാരി. രാജ്യവ്യാപകമായിട്ട് വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പല സോഷ്യൽ മീഡിയ നോർത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ യോഗി 2.0 എന്നാണ് സുവേന്ദു അധികാരി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അദ്ദേഹത്തിന് ആ ബോഡി ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടു, യോഗി ആദിത്യനാഥിനെ കണ്ടു. യോഗി ആദിത്യനാഥ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് കാണാറുണ്ട്. നമ്മൾ പല ഉത്തർപ്രദേശ് അസംബ്ലിയിലൊക്കെ സംസാരിക്കുമ്പോഴും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ആത്തിഖ് അഹമ്മദ് മരിക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ഉത്തർപ്രദേശ് അസംബ്ലിയിൽ വലിയൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിൽ യോഗി ആദിത്യനാഥിൻ്റെ ബോഡി ലാംഗ്വേജും ആ അഗ്രസീവ്നെസ്സും നിങ്ങൾ കാണണമായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ എന്ത് എഗെയിൻസ്റ്റായിട്ട് ചെയ്യുന്നവരെ തല മിട്ടിമേ ഡാലുങ്ക എന്നാണ് 3 തവണ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് യോഗി പറഞ്ഞിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് 2ാമത്തെ ദിവസം ആത്തിഖ് അഹമ്മദിനെയും സഹോദരൻ അഷറഫ് അഹമ്മദിനെയും ലൈവ് ടെലികാസ്റ്റ് പോകുന്നതിന് മുന്നിൽ തന്നെ ക്യാമറയുടെ മുന്നിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ എന്തിനായാലും
ഇത്തരത്തിൽ ഇതിർക്കും മേലെയായിരിക്കും സുവേന്ദു അധികാരി. ഇപ്പോൾ സുവേന്ദു അധികാരി പബ്ലിക് മീറ്റിങ്ങിലൊക്കെ പ്രസംഗത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം എത്രത്തോളം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു അവിവാഹിതനാണ്. യോഗിയെപ്പോലെ തന്നെ അദ്ദേഹം ഒരു അവിവാഹിതനാണ്. കുടുംബമൊന്നുമില്ല, കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കേണ്ട ആവശ്യമില്ല. രാജ്യം ഫസ്റ്റ് എന്ന രീതിയിൽ, നാഷൻ ഫസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോക്കും. എന്ത് തന്നെയാലും ഈ ചന്ദ്രനാഥ് രഥ്, തൻ്റെ എക്സിക്യൂട്ടീവ് പി ആയ ചന്ദ്രനാഥ് രഥിൻ്റെ വാദത്തിന് പിന്നിലുള്ള, അതിന് നേരിട്ട് പങ്കെടുത്ത ആൾക്കാരല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്ത 4 ആൾക്കാരെയാണ് കഴിഞ്ഞ ദിവസം എൻകൗണ്ടർ തീർത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ചില സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്നത് ഒരാളെ തീർത്തു എന്നാണ്. ഒരാളല്ല, 4 ആൾ ആണ് എന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ബംഗ്ലാ ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിവേ ഇനി കാണാൻ പോകുന്നത്, നമ്മൾ ഇത്രകാലം ഈ ഭയങ്കര ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആയാലും യോഗിയുടെ ആയാലും വലിയ വലിയ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, വീരകൃത്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാ രീതിയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അസം പോലെ തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അപ്പോൾ ഈ ബംഗാൾ, നമ്മൾ ബംഗ്ലാദേശ് ബോർഡർ ഡിസ്ട്രിക്റ്റുകളായ മാൾഡ, മുർഷിദാബാദ്, പിന്നെ പർഗാനസല, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജിഹാദി ആക്ടിവിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും എന്താ പറയുക, അവിടുത്തെ മുസ്ലിംസ് പോലും, ഈ മുർഷിദാബാദിലൊക്കെ മുസ്ലിംസ് പോലും വോട്ട് ചെയ്തത് BJPക്കാണ്, സുവേന്ദു അധികാരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ ആരും, ഇന്ത്യക്കാരല്ലാത്ത ഒരുത്തനും ഇവിടെ നിൽക്കാൻ അർഹതയില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഒരു ബംഗ്ലാദേശ് മിനിസ്റ്റർക്ക്, താരിഖ് റഹ്മാനി, ഒരു നോട്ടീസല്ല, ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബംഗ്ലാദേശ് വയലൻസ് സമയത്ത് ഒരുപാട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്, അവർ ഒരു ലിസ്റ്റ് ഉടനടി തയ്യാറാക്കണം, അത് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ സർക്കാരിന് കൈമാറണമെന്ന് അമിത്ഷാ താരിഖ് റഹ്മാനി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 മാസമാണ് നൽകിയത്. ഈ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവരൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, അതായത് ഈ ഇന്ത്യൻ സർക്കാരും സുവേന്ദു അധികാരിയും ഇവരൊക്കെ ചേർന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത്രയും ആൾക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വിടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി സുവേന്ദു അധികാരി സർക്കാർ സൈന്യത്തിന് 600 ഏക്കറാണ് ഫെൻസിങ് കെട്ടാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സൈന്യത്തിൻ്റെ കയ്യിലോട്ട് പോകും. അവിടെ വലിയ രീതിയിലുള്ള ഈ നുഴഞ്ഞുകയറ്റവും ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുടെ ഇങ്ങോട്ട് കടന്നുകയറ്റമൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇനി സുവേന്ദു അധികാരി ചെയ്യാൻ പോകുന്നത്, ബംഗ്ലാദേശികൾ സ്വമേധയാ ബംഗാൾ വിട്ട് പോകണം എന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളുടെ മുന്നോട്ട് പോകുക. നല്ല കാര്യമാണ്. അതായത് അവിടുത്തെ മുസ്ലിങ്ങൾ പോലും, ബംഗാളികൾ പോലും അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്ത് തന്നെയായാലും രാജ്യം ആഗ്രഹിക്കുന്ന, വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥും അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ ഭയങ്കര പോപ്പുലാരിറ്റിയിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന പേര് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം, മറ്റു വീഡിയോ കാണാം.